നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കുതിക്കുകയാണ് റയൽ മാഡ്രിഡും കിലിയൻ എംബാപ്പയും. വീണ്ടും പെനാൽറ്റി. എംബാപ്പെ ഗോളാക്കി. ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ പെനാൽറ്റി ഗോളാണ്. ഏത് കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത് ലഭിച്ച പെനാൽറ്റി ഈ കളിയിലേത് വിനി ജൂനിയർക്കാണ് കൊടുത്തത്. പക്ഷേ വിനി ജൂനിയർക്ക് അത് ഗോളാക്കി മാറ്റാനും പറ്റിയില്ല. എന്നിട്ടും 4-0 തകർപ്പൻ ജയം തന്നെ വലൻസിയയ്ക്ക് മേൽ റയൽ മാഡ്രിഡ് നേടിയിരിക്കുകയാണ്. എംബാപ്പയുടെ ബ്രേസ് കൂടാതെ ജൂഡ് ബെല്ലിംഗാം ഇപ്പോൾ ഗോളടി തുടരുകയാണ്. അതോടൊപ്പം തന്നെ കരേറസിൻ്റെ ആദ്യ സീനിയർ ഗോൾ, റയലിനായിട്ടുള്ള ആദ്യ സീനിയർ ഗോൾ കൂടി പിറക്കുന്നു. അങ്ങനെ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് വലൻസിയയ്ക്ക് മേൽ അവർ നേടിയിരിക്കുന്നത്. സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടന്ന ഈ മത്സരത്തിൽ ഫ്രാങ്കോ മസ്റ്റൻഡൂരയും കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ഒരുമിച്ചാണ് റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കാനിറങ്ങിയത്. ഷൂമനിയും ഗ്യൂളറും ബെല്ലിംഗാമും മധ്യനിരയിൽ ഉണ്ടായിരുന്നു. ഏതായാലും കളിയുടെ 19ാമത്തെ മിനിറ്റിൽ തന്നെ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ടീമിനെ മുന്നിലെത്തിച്ച കിലിയൻ എംബാപ്പെ 31ാമത്തെ മിനിറ്റിൽ തൻ്റെ ബ്രേസും പൂർത്തിയാക്കി. തുടർന്ന് ഹാട്രിക് നേടാനുള്ള അവസരം പെനാൽറ്റി ലഭിച്ചെങ്കിലും 43ാമത്തെ മിനിറ്റിൽ ആ പെനാൽറ്റി അദ്ദേഹം വിനി ജൂനിയർക്ക് കൊടുക്കുകയായിരുന്നു. വിനിക്കാവട്ടെ ആ പെനാൽറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളത് വലിയ നിരാശയാണ്. എന്നാൽ തൊട്ടു പിന്നാലെ ജൂഡ് ബെല്ലിംഗാം പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ റയൽ മാഡ്രിഡ് ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ലീഡെടുത്തിരുന്നു. രണ്ടാം പകുതിയിൽ വീണ്ടും റയലിൻ്റെ ആധിപത്യം തന്നെയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒടുവിൽ എൻട്രിക്കിനെ കളിക്കളത്തിലേക്ക് വിടാൻ കോച്ച് സാബി അലോൺസോ തയ്യാറായി എന്നുള്ളതാണ്. എൻട്രിക്ക് റയൽ മാഡ്രിഡ് വിട്ടുപോവുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എംബാപ്പയെ പിൻവലിച്ചുകൊണ്ട് 79ാമത്തെ മിനിറ്റിൽ എൻട്രിക്കിനെ കളിക്കളത്തിലേക്ക് വിട്ടു. ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ നിമിഷങ്ങളാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും 82ാമത്തെ മിനിറ്റിൽ കരേറസിൻ്റെ ഗോൾ കൂടി കണ്ടു. അങ്ങനെ 4-0 തകർപ്പൻ വിജയം റയൽ മാഡ്രിഡ് സ്വന്തമാക്കി. ഇതോടുകൂടി ഇപ്പോൾ 11 കളികൾ 30 പോയിന്റ് കുതിച്ചു പായുകയാണ് റയൽ മാഡ്രിഡ്. 11 കളികളിൽ നിന്ന് 23 പോയിന്റുള്ള വിയാറയലാണ് ഇപ്പോൾ രണ്ടാമത്. 10 കളികൾ 22 പോയിന്റുള്ള ബാഴ്സ മൂന്നാമതാണ്. ഇന്നത്തെ ബാഴ്സയുടെ കളി അത് എൽച്ചയ്ക്കെതിരെയാണ്. ആ കളി വിജയിച്ചാൽ അവർക്ക് 2ാം സ്ഥാനം തിരികെ പിടിക്കാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.